BDJS എന്ന പാർട്ടി രൂപീകരണവും RSS അജണ്ടയാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ ഉറങ്ങിയിരുന്നപ്പോൾ എന്നാൽ ഇനി ഈഴവരി CPM -നോ LDF -നോ വോട്ട് ചെയ്യേണ്ട, കുറച്ച് BJPക്ക് കൊടുക്കാം, അങ്ങനെ ഒരു വിലപേശലാമോ എന്നുള്ള ധാരണയിലോ അങ്ങനെ ഒരു ധാരണയിൽ ചെയ്ത കാര്യമേ അല്ല. അതും ഒരു RSS പ്രോജക്റ്റാണ്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയത മാത്രമാണ് പറയുന്നത് വെച്ചാൽ അങ്ങനെയുമല്ല. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് OBC രാഷ്ട്രീയം ശക്തമായി പറഞ്ഞിട്ടുള്ള ആളാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇതുകൂടി പറയുന്നുണ്ട്, വർഗീയത കൂടി പറയുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ അദ്ദേഹം വർഗീയത പറയാൻ തുടങ്ങുന്നത് 2000 ആണ്ടിൻ്റെ തുടക്കം, ആ സമയം മുതലാണ്. ഈ പറയുന്ന റെയ്ഡ് നടന്നതിന് ശേഷമാണ് വർഗീയത പറയാൻ തുടങ്ങുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് RSS രാഷ്ട്രീയത്തിൻ്റെ കയ്യിൽ ഒരു കരുവായി മാറുന്നത് ലവ് ജിഹാദ് വരുന്നതിന് ശേഷമാണ്. ആ ലവ് ജിഹാദ് യഥാർത്ഥത്തിൽ RSSൻ്റെ ഏറ്റവും വിജയകരമായ കേരള പ്ലോട്ടുകളിലൊന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് 2 ലക്ഷ്യങ്ങളാണെന്നുണ്ടായിരുന്നു. ഒന്ന്, മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും എന്നുള്ളിൽ തെറ്റിക്കുക. കാരണം ന്യൂനപക്ഷം സ്പ്ലിറ്റായാൽ മാത്രമേ കേരളത്തിൽ BJPക്കോ RSSനോ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ്. 2, ഈഴവ സമുദായത്തെ RSSലേക്ക് ആകർഷിക്കുക. ഈ 2 ലക്ഷ്യങ്ങൾ അതിനുണ്ടായിരുന്നു ലവ് ജിഹാദിന്. ആ 2 ലക്ഷ്യങ്ങൾ ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കാൻ RSS കഴിഞ്ഞു. ഒന്ന്, ക്രിസ്ത്യൻ മുസ്ലിം സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ അടുത്ത സമീപകാലത്ത് കണ്ടതാണ്. അതും ലവ് ജിഹാദ് എന്ന് പറയുന്ന RSS പ്രയോഗം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ഏറ്റെടുത്തു. അതിപ്പോൾ കോടതിയിൽ പോലെ തർക്കങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. RSS ഉണ്ടോ ഇല്ലയോ ഉള്ളതൊന്നുമല്ല, അത്തരം പ്രമേയങ്ങൾ പോലും ഒരു സിനിമയുടെ പ്രമേയമായാൽ പോലും കോടതി കയറുന്ന ഹാലിൻ്റെ സിനിമയുടെ അവസ്ഥ നമുക്കറിയാം. അത് ക്രിസ്ത്യൻ മുസ്ലിം സ്പ്ലിറ്റിൽ ആ ലവ് ജിഹാദ് പ്രചാരണം വലിയ തോതിൽ പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വെറുപ്പ് സൃഷ്ടിക്കാൻ ലവ് ജിഹാദ് പ്രചാരണം കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ഉണ്ടായി തുടങ്ങുന്ന സമയത്താണ് RSS പുതിയൊരു നീക്കം തുടങ്ങുന്നത്. അതിൻ്റെ ഈ ഒരു പ്രചാരണത്തെ നേട്ടം മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BDJS എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ BDJS എന്ന പാർട്ടി രൂപീകരണവും RSS അജണ്ടയാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ ഉറങ്ങിയിരുന്നപ്പോൾ എന്നാൽ ഇനി ഈഴവരി CPM -നോ LDF -നോ വോട്ട് ചെയ്യേണ്ട, കുറച്ച് BJPക്ക് കൊടുക്കാം, അങ്ങനെ ഒരു വിലപേശലാമോ എന്നുള്ള ധാരണയിലോ അങ്ങനെ ഒരു ധാരണയിൽ ചെയ്ത കാര്യമേ അല്ല. അതും ഒരു RSS പ്രോജക്റ്റാണ്. അതിൻ്റെ കാരണം അതിന് നെടുനായകത്വ നേതൃത്വം വഹിച്ചത് പ്രതീഷ് വിശ്വനാഥൻ. ഈ പ്രതീഷ് വിശ്വനാഥനെ പറ്റി ആൾ പറയുമ്പോൾ അയാൾ ഏതോ ഒരു ഫ്രിഞ്ച് എലമെൻ്റ് അല്ലെന്നോ, ഫ്രിഞ്ച് എലമെൻ്റേ അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും പ്രവീൺ തൊഗാഡിയുമായും വ്യക്തിബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ സമാന്തരമായി RSS സമാന്തരമായി BJP നേതൃത്വത്തെ സ്പർശിക്കാതെ RSS സമാന്തരമായി തന്നെ BDJS രൂപീകരിക്കുന്നു. മറുവശത്ത് CK ജാനുവിനെ കൊണ്ട് അവിടെ മറ്റൊരു ആദിവാസി പാർട്ടി രൂപീകരിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയം നടന്നതാണ്. ഇതിന് കാർമ്മികത്വം വഹിച്ചത് പ്രതീഷ് വിശ്വനാഥനാണ്. ഈ പ്രതീഷ് വിശ്വനാഥിനെതിരെ കേസെടുക്കണമെന്നാണ് ഇവിടെ സൈബർ കമ്മികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആണ് പോലീസ് പറയുന്നത് നോട്ട് ഇൻ കേരള എന്ന മറുപടി പറയുന്നത്.